നമസ്കാരം, ഷിജോ സക്രിയാണേ. നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ടൊരു സബ്ജക്റ്റാണ്. വളരെ കോമൺ ആയിട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് തന്നെ ഒരുപാട് പേര് ഇന്ന് കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ IT മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ കോഴ്സുകൾ പോയാൽ നമുക്ക് സാധ്യതയുണ്ട്, എന്തൊക്കെ കോഴ്സുകളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ആ മേഖലയെപ്പറ്റി നമുക്കൊന്ന് പൊതുവായിട്ട് നോക്കാം. എന്താണ് ആ മേഖലയുടെ ഗുണവും ദോഷവും എന്ന് ആലോചിച്ച് നോക്കി. ഒന്ന്, ധാരാളം ആൾക്കാർക്ക് ഒരുപോലെ ജോലി കൊടുക്കാൻ പറ്റുന്നൊരു മേഖല, ഏറ്റവും മിടുക്കർക്ക് ഏറ്റവും ടോപ്പിൽ പോകാൻ പറ്റുന്നൊരു മേഖല, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്നൊരു മേഖല. ഇതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. ഞാൻ പറയാം, ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് +2 കഴിഞ്ഞിട്ട് ചെറിയ കോഴ്സുകൾ പഠിച്ചാൽ പോലും നമുക്ക് ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത IT പാർക്കുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇതാണ് നമ്മൾ ഈ മേഖലയുടെ IT മേഖലയുടെ പ്ലസ് പോയിന്റ്. ഇതാണ് ഇതിനകത്തൊരു കുറവ് നമ്മൾ നോക്കിയാൽ, മൈനസ് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നമ്മുടെ എബിലിറ്റി അനുസരിച്ച്, നമുക്ക് അതിനുള്ള സ്കിൽ അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന, വലിയ സാലറി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്ത് സംഭവിക്കണം, ഞാൻ ഏത് ലെവലിൽ ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ എത്ര വർഷം എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കോഴ്സിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ +2 കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ആ +2 കഴിഞ്ഞ ആൾക്കാർ പ്രത്യേകിച്ച് സയൻസ് പഠിച്ചവരാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകാൻ പറയും, നമ്മൾ BTech കോഴ്സുകളാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ BTech കോഴ്സുകൾ. ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ BTech കോഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരാറുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾക്കൊരു സ്പെഷ്യലൈസേഷൻ വളരെ കൃത്യമായിട്ട് അതേക്കുറിച്ച് അറിവുണ്ട്, കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ട്, എന്താണ് ആ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഞാൻ ചെയ്യേണ്ടി വരുന്ന ജോലി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്പെഷ്യലൈസ് ചെയ്ത കമ്പ്യൂട്ടർ BTech കോഴ്സുകളിലേക്ക് പോകാം. BTech കോഴ്സുകൾ എന്ന് പറയുമ്പോൾ BE കോഴ്സുകൾ അതിനകത്തുണ്ട്. നമ്മൾ കേരളത്തിൽ മാത്രമേ BTech എന്ന് പറയുന്നത്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുമ്പോഴത്തേന് BE കോഴ്സുകളാണ്. അപ്പം നല്ല സ്ഥാപനങ്ങൾ നമ്മൾ നോക്കാം, സ്പെഷ്യലൈസേഷൻ നോക്കാം. അപ്പൊ സ്പെഷ്യലൈസേഷൻ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് പോകാം. ഇതാണ് എന്റെ സജഷൻ കേട്ടോ. ഞാനത് എന്റെ ഒരു സജഷൻ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കോഴ്സിന് പോയാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതൊരു ട്രഡീഷണൽ കോഴ്സാണ്. നമുക്ക് നമ്മളുടെ ലേണിംഗ് എബിലിറ്റിയിൽ അല്പസ്വല്പമൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ഒന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞൊരു 70% 80% നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റണം. ഈ മേഖലയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ്. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നോളജ്, ഇതുമായി ബന്ധപ്പെട്ട നോളജ് ലെവൽ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല ഒരു മാനേജ്മെന്റ് ഏരിയയിലുള്ള നോളജ് മാത്രം പോരാ, ഈ പറയുന്ന സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് നല്ല കൃത്യമായിട്ടുണ്ടാവണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ സാധാരണ ജനറൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള BTech കോഴ്സുകൾ എടുക്കാം, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സുകൾ എടുക്കാം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാം, അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എടുക്കാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതല്ലാതെ മറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ആ കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയാം. അവിടെയാണ് നമ്മൾ പറയുന്ന, നമ്മൾ പണ്ട് തുടങ്ങി പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പേരിൽ IT എന്ന് പറയുന്ന പേരിൽ വന്നത്. അവിടെയാണ് MSc IT എന്ന് പറയുന്നത്. ഒരു 5 വർഷത്തെ കോഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, MSc IT. പക്ഷെ 5 വർഷം പഠിക്കണം. നമ്മൾ 3 വർഷം 4 വർഷം 5 വർഷം തന്നെ പഠിക്കണം. അങ്ങനെ MSc IT എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. BTech ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. BTech കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതല്ലാതെ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, നമ്മൾ ഈ പറയുന്ന 3 വർഷത്തെ BCA കോഴ്സുകളില്ലേ, BCA എന്ന് പറയുന്ന കോഴ്സുകൾ, അതിന്റെ ഹയർ കോഴ്സുകൾ MCA കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഡിഗ്രി ലെവലിൽ നമുക്ക് ഉള്ള കമ്പ്യൂട്ടർ കോഴ്സുകളെ പറ്റി നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. അപ്പൊ എന്ത് സംഭവിക്കണം, ഏത് ലെവലിലാണ് പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ആ ലെവല് നോക്കി പഠിക്കാൻ തീരുമാനിക്കണം. നിങ്ങൾ BCA മാത്രമേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ അത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സെക്ടറിലുള്ള നിങ്ങളുടെ വളർച്ചയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗ്രോത്തിനെ അതിന് കുറച്ച് പുറകോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അത്രേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു BSc കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് 5 വർഷത്തെ കോഴ്സിലേക്ക്, 3-2-5 PG കോഴ്സുകളിലേക്ക് പോകാനായിട്ട് നോക്കണം. ഒരുപാട് സ്പെഷ്യലൈസേഷൻ നമുക്ക് ഇത് അനുവദനീയമാണ് ഈ മേഖലയിൽ തന്നെ. അതിലേക്ക് വരാം. ഇപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിയോട് കൂടി തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ BTechനൊപ്പം തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ എടുക്കാം. ഇനി അതല്ല PG ആണെങ്കിൽ PGയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഈ സ്പെഷ്യലൈസേഷൻ ചെയ്യാന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, AI എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്ത് മുഴുവൻ തരംഗമായിട്ട് മാറിയിരിക്കുന്ന സംഗതിയാണ്. ഈ AI ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നും പഠിക്കണം നിർബന്ധമില്ല. ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമുക്കിത് മാറിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, ഈ മേഖലകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളിലേക്ക് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്രോത്ത് അവരുടെ കുറച്ച് കുറവായിട്ടൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്യണം. രണ്ടാമത്തെ കോഴ്സ് സൈബർ സെക്യൂരിറ്റി.
ഒരുപാട് കാലമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മേഖലയായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ കോഴ്സിലേക്ക് അങ്ങനെയുള്ള കോഴ്സുകൾ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഒരു കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വലിപ്പം IT-യുടെ വളർച്ചയുടെ കാലത്ത് സൈബർ സെക്യൂരിറ്റി പഠിച്ച ആൾക്കാരെ നമുക്ക് കിട്ടാനില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഡിഗ്രി കോഴ്സുകളുടെ ഭാഗമായിട്ടും ഒരുപാട് ആഡ് ഓൺ കോഴ്സുകളായിട്ടൊക്കെ സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട്. സാധ്യതകളുള്ള മേഖലയാണ്, വേൾഡ് സാധ്യതകളുള്ള മേഖലയാണ്. പിന്നെ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് വരുന്നുണ്ട്, അതല്ലെങ്കിൽ മെക്കാനിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം ഈ സ്പെഷ്യലൈസേഷൻ എപ്പോൾ ചെയ്യണമെന്ന് മാത്രം തീരുമാനിക്കുക, ആ മേഖലയിൽ നല്ല വിദഗ്ധരാകാനായിട്ട് നോക്കുക. ലോകത്ത് എവിടെ വർക്ക് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കേരളത്തിൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരാള് ഈ തരത്തിലുള്ള ഇത്രയും എന്താ പറഞ്ഞ എഡ്യൂക്കേഷനിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട, അല്ലെങ്കിൽ നോളജ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട കോഴ്സുകൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. പിന്നെ ഒരു ഈസി കോഴ്സായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളും ശരിക്കും പറഞ്ഞാൽ ടഫാണ്. അത് നമ്മൾ സാധാരണ ഏതെങ്കിലും ഞാൻ കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുന്നില്ല, BA കോഴ്സുകൾക്ക് പോകുന്ന പോലെ നിസ്സാരമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കോളേജുകളൊക്കെ ഉള്ളതുകൊണ്ട് 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ BCAക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഈസി ആയിട്ട് പോകും. അങ്ങനെ നിങ്ങൾ ശ്രമിക്കരുത്. ഇത് നിങ്ങളുടെ ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം നിങ്ങളുടെ നോളജിനെ ഏറ്റവും സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള കോഴ്സാണ്. അപ്പൊ അത്രയും സീരിയസോട് കൂടി പോകാനായിട്ട് ശ്രദ്ധിക്കണം. അത് നിർബന്ധമാണ്. ഒരു സാധാരണ രീതിയിൽ ഒരു കോഴ്സിന് പോകുന്ന എവിടെയെങ്കിലും ജോലി കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഇത്രയും വിഷമിച്ചത് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. നമ്മളുടെ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം, ആ തരത്തിലുള്ള ഒരു കരിയറിലേക്ക്, ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. അതിന് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് സാധിക്കും. ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചില സമയത്ത് ഇത് കുറച്ച് ഡൗൺ ആകാറുണ്ട്. അത് നമ്മൾ അത്രയും അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളിപ്പം ഒരു BTech കഴിയുന്നു, അല്ലെങ്കിൽ പിന്നെ MCA കഴിയുന്നു, അല്ലെങ്കിൽ BCA കഴിയുന്നു, നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ എലിജിബിലിറ്റി നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി നമ്മൾ അവരെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന സാലറി എത്രയാണോ അതിന് ഡബിൾ സാലറിയിലും അതിന്റെ 3 ഇരട്ടി സാലറിയിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മേഖല നമ്മൾ വിചാരിക്കുക. പിന്നെ സമയം 24 hours വർക്ക് ചെയ്യാനേ, നമ്മൾ 24 hours വർക്ക് ചെയ്യണമെന്നില്ല, 24 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മേഖല. നമ്മളിപ്പം നഴ്സിംഗ് ഫീൽഡ്, ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞാൽ അവർക്ക് 24 hours അവർക്ക് വർക്ക് ചെയ്യാം, അല്ലെ, 3 ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്ത് നമ്മുടെ സമയവും കമ്പനിയുടെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. ടഫ് ആയിട്ടുള്ള മേഖലയാണ്, പക്ഷെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എല്ലാവിധ ആശംസകളും. നന്നായി വരട്ടെ.